ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം SSC 2025 നടത്താൻ പോകുന്ന എക്സാം കലണ്ടർ ഒഫീഷ്യലി അവർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. SSC കണ്ടക്ട് ചെയ്യുന്ന MDS, CHSL, GED, CGL, അതേപോലെ CPO, SSC JE തുടങ്ങി എക്സാംസിനെല്ലാം ഒരുപാട് കുട്ടികൾ തയ്യാറെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നും അതേപോലെ എക്സാം എന്ന് നടക്കുമെന്നുമുള്ള ഒരു വിവരങ്ങളാണ് നമുക്ക് ആ കലണ്ടറിലൂടെ കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ MDS എക്സാംസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് MDS എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, അതേപോലെ MDS എക്സാമിന്റെ സിലബസ്, അതേപോലെ എക്സാം പാറ്റേൺ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ SSC എക്സാമിനെ പറ്റി ഒന്ന് നോക്കാം. നമുക്കറിയാം SSC നടത്തുന്ന എക്സാംസ് ആണ് MDS, GED, CHSL, CGL, CPO, SSC JE. MDSും GEDയും ഒരു 10th ലെവൽ പോസ്റ്റ് ആണ്. CHSL എന്ന് പറയുന്നത് 12th ലെവലാണ്. CGL ഡിഗ്രി ലെവലാണ്. CPO എന്ന് പറയുന്നത് ഡിഗ്രി ലെവലാണ്. SSC JE എന്ന് പറയുന്നത് ഡിപ്ലോമ ഓർ ബിടെക്, സിവിൽ, മെക്കാനിക്, ഇലക്ട്രിക്കൽ തുടങ്ങി 3 ട്രേഡുകളിലെ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് SSC JE എഴുതാൻ കഴിയുന്നത്. സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്. അതേപോലെ നമ്മുടെ MDS എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 26 ജൂൺ ആണ്. അതേപോലെ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 20 തൊട്ട് ഒക്ടോബർ 24 വരെയാണ്. അതേപോലെ GD എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബറിൽ വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എക്സാം 2026 ജാനുവരി ഫെബ്രുവരിയിൽ നടക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ CHSLന്റെ നോട്ടിഫിക്കേഷൻ ജൂൺ 23-നും എക്സാം സെപ്റ്റംബർ 8 തൊട്ട് സെപ്റ്റംബർ 18 വരെയുമാണ് നടത്തുന്നത്. അതേപോലെ CGL 9/6/2025, അതായത് ജൂൺ 9-ന് CGLന്റെ നോട്ടിഫിക്കേഷൻ വരും. എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് 13 തൊട്ട് 30 വരെയുള്ള തീയതികളിലായിരിക്കും. CPOയുടെ എക്സാം നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ജൂൺ 16-ാം തീയതി വരും. അതിന്റെ എക്സാം എന്ന് പറയുന്നത് സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 6 വരെയാണ്. SSC JEയുടെ നോട്ടിഫിക്കേഷൻ ജൂൺ മാസം 30-ന് വരികയും അതിന്റെ എക്സാം ഒക്ടോബർ 27 തൊട്ട് ഒക്ടോബർ 31 വരെയും നടക്കുകയും ചെയ്യും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും എക്സാംസ് ആണ്. നമുക്കപ്പം MDSനെ പറ്റി കൂടുതലായിട്ട് അറിയാം. MDS എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതായത് SSC നടത്തുന്ന ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. അതായത് സെൻട്രൽ ഗവൺമെന്റ്സിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വരുന്ന ഗ്രൂപ്പ് C നോൺ ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ള എക്സാം ആണ് SSC MDS എന്ന് പറയുന്നത്. ഈ MDSന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ലെവലാണ്. അതായത് 10th പാസ്സായ ഏതൊരാൾക്കും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് SSCയുടെ MDS എന്ന് പറയുന്നത്. അതിൽ ഏജ് ലിമിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് UR കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയും, OBC കാറ്റഗറി ആണെങ്കിൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയും, അതേപോലെ SC ST കാറ്റഗറി ആണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിന്റെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത് ആദ്യത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്സാം, ഇതിന് ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ. അതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. അതായത് ഹവീൽദാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് MDS, ഹവീൽദാർ, അങ്ങനെ രണ്ടിന്റെ നോട്ടിഫിക്കേഷൻ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ ഹവീൽദാറിനാണ് ഈ PT അതേപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒക്കെ വരുന്നത്. നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും നമ്മൾ അപ്ലൈ ചെയ്യുന്നതും. അപ്പം നമ്മൾ പറഞ്ഞു SSCയുടെ MDS നടത്തുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള എക്സാം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയുകയാണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റ്, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സ്, കസ്റ്റംസ് ആൻഡ് സെൻട്രൽ എക്സൈസ്, ആർമഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ്, മിനിസ്ട്രീസ് ഓഫ് റെയിൽവേസ്, പോസ്റ്റ് ഓഫീസ്, കൺട്രോൾ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ തുടങ്ങി ഡിപ്പാർട്ട്മെന്റ്സുകളിലേക്കാണ് SSCയുടെ MDS എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതേപോലെ MDSനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MDS, അതേപോലെ ഹവീൽദാർ എന്ന് പറയുന്ന പോസ്റ്റിന്റെ എക്സാമും ഈ മൾട്ടി ടാസ്കിംഗ് MDS എക്സാമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അടുത്തത് നമ്മൾ എക്സാം പാറ്റേൺ, MDSന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഒറ്റ എക്സാമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു എക്സാം 2 സെക്ഷൻസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം.
അപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ വരുന്നത് 2 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒറ്റ ടയർ എക്സാം നടന്നത്. ഫസ്റ്റ് CBT എന്ന് പറയുന്നത് ഒറ്റ ടയർ എക്സാമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ 2 സെക്ഷൻസ് ആയിട്ട് ഈ ഒറ്റ ടയർ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനെ 2 സെക്ഷൻസ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിൽ സെക്ഷൻ 1 മാത്സും റീസണിങ്ങും ആണ് ടോപ്പിക്സ് വരുന്നത്. അതിൽ ഈച്ച് ടോപ്പിക്സിന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ടോട്ടൽ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും മാത്സിൽ നിന്ന്, 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻ റീസണിങ്ങിൽ നിന്ന്. അങ്ങനെ 120 മാർക്കിന്റെ എക്സാം ആണ് സെഷൻ 1 നടക്കുന്നത്. അതിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. അപ്പോൾ ഇതൊരു ക്വാളിഫൈങ് നേച്ചർ എക്സാം ആണ് സെഷൻ 1 അപ്പം നമ്മളൊരു മിനിമം മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് സെക്ഷൻ 2 വരുമ്പോൾ നമുക്ക് വരുന്ന ടോപ്പിക്സ് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ആണ്. അതിൽ 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ജനറൽ അവയർനെസ്സിൽ നിന്നും, അതേപോലെ ഇംഗ്ലീഷിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ടോട്ടൽ മാർക്ക് 75 ജനറൽ അവയർനെസ്സിന് വരുന്നത്. അതേപോലെ ഇംഗ്ലീഷിലും 75 തന്നെയാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 45 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ് സെഷൻ 2. സെഷൻ 1 മാത്സും റീസണിങ്ങുമാണ് വരുന്നത്. അതായത് ന്യൂമറിക്കൽ എബിലിറ്റിയും മെന്റൽ റീസണിങ് എബിലിറ്റിയുമാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്നത്. സെക്കൻഡ് സെക്ഷനിലാണ് നമ്മുടെ GK ജനറൽ അവയർനെസ് അതേപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജും വരുന്നത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് സെഷൻ 2 2 ടോപ്പിക്സിൽ നിന്നും വരുന്നത്. അതിൽ 3 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ് ഇവിടെ വരുന്നത്. അതേപോലെ മറ്റൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞു ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, 120 മാർക്കാണ്. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതേപോലെ 45 മിനിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. നോൺ നെഗറ്റീവ് മാർക്കാണ് ഫസ്റ്റ് സെക്ഷനിൽ. പക്ഷേ സെക്ഷൻ 2 വരുമ്പോൾ നമുക്ക് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ 150 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റുകയാണെങ്കിൽ നമുക്ക് 1 മാർക്കാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. 1 മാർക്ക് അത് നമുക്ക് കുറയും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ 1 മാർക്ക് പോയി. അതേപോലെ 45 മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം CBT എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന നെക്സ്റ്റ് ലെവലാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതേപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും എന്ന് പറയുന്നത്. അതിൽ വോക്കിംഗ് ടെസ്റ്റ് വരുമ്പോൾ ആൺകുട്ടികൾക്ക് 1600 മീറ്റേഴ്സ് ഇൻ 15 മിനിറ്റ്, 15 മിനിറ്റിൽ 1600 മീറ്ററും. അതേപോലെ പെൺകുട്ടികൾക്ക് വരുമ്പം 1 കിലോമീറ്റർ 20 മിനിറ്റുമാണ് വരുന്നത്. അതേപോലെ ഹൈറ്റ് വരുമ്പം 157.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഗേൾസിലേക്ക് വരുമ്പോൾ 152 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ. വെയിറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 48 ആയിരിക്കണം മിനിമം. അപ്പോൾ നമുക്കറിയാം MTS എന്ന് പറയുന്നത് ഒരു 10th ലെവൽ എക്സാം ആണ്. 10th ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരാൾക്കും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് SSC നടത്തി വരുന്ന MTS എന്ന് പറയുന്നത്. മാത്സ് വലുതായിട്ട് അറിയാത്തവർക്കൊക്കെ നല്ലൊരു എക്സാം തന്നെയാണ് MTS. കാരണം മാത്സ് ഒക്കെ ഒന്ന് ബേസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് MTS വരുന്നത്. അതായത് മാത്സും റീസണിങ്ങും ആണ് സെഷൻ 1 വരുന്നത്. നമുക്ക് അതിൽ ഒരുപാട് മാർക്ക് മേടിക്കണം എന്നൊന്നുമില്ല. ജസ്റ്റ് അവർ പറയുന്ന ആ ക്വാളിഫയിങ്ങിനായിട്ടുള്ള ആ മാർക്ക് മാത്രം വാങ്ങിയാൽ മതി. ഫസ്റ്റ് സെക്ഷൻ ഒന്ന് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മാത്സ് കുറച്ച് പുറകിലോട്ട് നിൽക്കുന്നവർക്ക്, അതായത് GK എനിക്ക് നന്നായിട്ട് അറിയാം, ജനറൽ അവയർനെസ് എനിക്ക് നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം, പക്ഷെ ഞാൻ മാത്സിന് കുറച്ച് വീക്ക് ആണെന്ന് പറയുന്നവർക്കൊക്കെ നല്ലൊരു എക്സാം തന്നെയാണ് MTS എന്ന് പറയുന്നത്. അല്ലാത്തവർക്കും നല്ല MTS എഴുതി നമുക്ക് ജോലിയിൽ കയറി നിന്നുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത CHSL-നോ CGL-നോ വേണ്ടി പഠിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ +2 കഴിഞ്ഞ് അല്ലെങ്കിൽ 10th ലെവൽ കഴിഞ്ഞ് നിൽക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോസ്റ്റാണ് MTS എന്ന് പറയുന്നത്. അപ്പോൾ എക്സാം വളരെ ഈസി ആയിരിക്കും. കാരണം നമുക്കറിയാം 10th ലെവലാകുമ്പോൾ ആ ഒരു ലെവലിലെ ക്വസ്റ്റ്യൻസ് വരികയുള്ളൂ. അപ്പോൾ SSC നടത്തുന്ന നല്ലൊരു എക്സാമാണ്. അപ്പം നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ സാധിക്കുന്ന ഒരു എക്സാം തന്നെയാണ് MTS എന്ന് പറയുന്നത്. കാരണം MTS എഴുതി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് CGL എഴുതിയോ CHS എഴുതിയോ ഒക്കെ എഴുതി നിങ്ങൾക്ക് ഹയർ പോസ്റ്റിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും MTS ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നമ്മുടെ ജൂണിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പം 10th ലെവൽ ഉള്ളവർക്കും അതേപോലെ +2 കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് MTS എന്ന് പറയുന്നത്. അപ്പോൾ MTS എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആദ്യ ജോലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കും. അപ്പം എല്ലാവരും അതിനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ SSC RRB ഓഫ്ലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. SSC MTS-നും CHSL-നും CGL-നും ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഓഫ്ലൈൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് കേരളത്തിലെ മികച്ച അധ്യാപകരാണ് നിങ്ങൾക്കായി ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് SSC എക്സാം അല്ലെങ്കിൽ RRB എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ SSC RRB ഓഫ്ലൈൻ ബാച്ചസിൽ അവൈലബിൾ ആണ്.
അടൂരാണ്. അപ്പം നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് വരുന്നത് അടൂരാണ് ലൊക്കേഷൻ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതേപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.